മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആള് പുറത്തിറങ്ങാൻ തന്നെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും അല്ലേ? അതിപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ആരൊക്കെ ബോബി അല്ല, ഇനിയിപ്പോൾ വേറെ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെയാണ്. പക്ഷെ പലപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഇവിടെ എല്ലാം നിങ്ങൾ നിയമങ്ങൾ കയ്യിലെടുക്കുകയാണ്. അതായത് ഈ മനുഷ്യനെയും കൂടെ ബാധിക്കുന്ന രീതിയിലാണ്. കാര്യം പ്രത്യേകിച്ച് ആലോചിക്കുക, ഹണി റോസിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള കേസാണ്. അതുകൊണ്ടാണ് ഈ ബോബി ചെമ്മണ്ണൂർ ജയിലിനകത്തോട്ട് വരെ പോയത്. അല്ലായിരുന്നു എനിക്ക് ജാമ്യം കിട്ടിയിട്ട് സിമ്പിളായിട്ട് ഇറങ്ങേണ്ടതായിരുന്നു. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നൊരു വ്യക്തിയായിരുന്നു രാഹുൽ ഈശ്വർ തന്നെ ഇതിനകത്ത് വളരെ ജെനുവിനായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായി അതിന് വളരെ സന്തോഷമുണ്ട്. എന്നാൽ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തെ ഇഷ്ടത്തോടു കൂടിയാണ് ഒരു കാരണവശാലും കോടതിയെ പ്രകോപിപ്പിക്കരുത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ശ്രീ കുഞ്ഞികൃഷ്ണൻ സാറിന്റെ വളരെ നല്ല ബാലൻസ്ഡായ വിധിന്യായമാണ്. ബോബി ചെമ്മണ്ണൂരിനെ ശക്തമായി വിമർശിക്കുമ്പോഴും അദ്ദേഹത്തിന് ജാമ്യം നൽകാൻ കോടതി ഒരു കനിവ് കാണിച്ചത് വളരെ പോസിറ്റീവായി നമ്മൾ എടുക്കണം. അദ്ദേഹത്തെ ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പറയുകയാണ്. അദ്ദേഹത്തിന്റെ പോസിറ്റീവ്സ് ഹൈലൈറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ തെറ്റുകളെ സ്നേഹത്തോടെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയുകയാണ്, ബഹുമാനപ്പെട്ട കോടതിയെ നമ്മൾ ഒരു കാരണവശാലും പ്രകോപിപ്പിക്കരുത്. പോലീസുകാരെ പോലെ അല്ല കോടതി. പോലീസുകാർ നല്ലതല്ല. പോലീസുകാർ പലപ്പോഴും അവരുടെ ഒരു തീരുമാനമോ മറ്റ് പ്രഷറിലോ ഒക്കെ പോലീസുകാർക്ക് അവർക്ക് ഒരു നടപടി എടുക്കാൻ കഴിയും. പക്ഷേ ഒരു കാരണവശാലും ബഹുമാനപ്പെട്ട കോടതിയെ പ്രകോപിപ്പിക്കുന്ന സമീപനം നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. രാഹുൽ ഈശ്വർ ഇതുവരെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് പുള്ളി ഇപ്പം പറയുന്നത്. കാര്യം നിങ്ങൾ ആലോചിക്കുക, ജാമ്യത്തിന്റെ ഓർഡർ കിട്ടിയിട്ടും ആ മനുഷ്യൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ലിറ്ററലി സത്യം പറഞ്ഞ ആൾക്കാർ ഇത് കാണുമ്പോൾ പബ്ലിക്കിന്റെ മുന്നിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി കാട്ടിക്കൂട്ടുന്ന പരിപാടിയായിട്ട് ആൾക്കാരെല്ലാം പറയത്തുള്ളൂ. പ്രത്യേകിച്ച് മീഡിയക്കാർക്ക് ഇപ്പം നല്ല രീതിയിൽ ബോബി ചെമ്മണ്ണൂറുള്ള ചൊറിച്ചിലുണ്ട്. അപ്പോൾ അത് അവരെ ആഘോഷിക്കുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ എന്തോ കൊലപാതകം ചെയ്ത കണക്കാണ് അവരുടെ എല്ലാവരുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ. കാര്യം അത്രയ്ക്ക് വലിയ കുറ്റമൊന്നും പുള്ളി ചെയ്തിട്ടില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. പക്ഷേ ഹണി റോസിനോടുള്ള പല കാര്യങ്ങളും സംസാരിച്ചത് രീതിക്കകത്തോട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു സ്ത്രീയെ നമ്മൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ അത് മാനിക്കണം. കാര്യം നമ്മൾ പറയുന്ന പല വാക്കുകളും അവർക്ക് പേഴ്സണലി ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കുക, സമൂഹം മൊത്തം അവരുടെ കൂടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ബോബി ചെമ്മണ്ണൂരിന് ഇപ്പം ഈ ഒരു വിഷയത്തിൽ അത്യാവശ്യം നല്ല സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആ സപ്പോർട്ടും കിട്ടി, പിന്നെ പുള്ളിക്കാരന് ജാമ്യവും കിട്ടി, നൈസായിട്ട് പുറത്തിറങ്ങുക. പിന്നെ അത് കഴിഞ്ഞ പുള്ളിയുടെ ഭാഗത്ത് എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. അത് മാത്രമല്ല, ബോബി ചെമ്മണ്ണൂരിലുള്ള പോലെയുള്ള പല ആൾക്കാരും ഇനി നാളെ ഒരു കാലത്ത് ജയിലിലോട്ട് കയറുമ്പോഴത്തേക്ക് ഇതുപോലെയൊക്കെ ആവർത്തിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ആൾക്കാരെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ നമ്മൾ കറക്റ്റായിട്ട് അനുസരിച്ചിരിക്കണം. ആ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് പണിയായിട്ട് വരും. എനിക്ക് ഈ ഒരു വിഷയത്തിൽ അത് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ബാക്കി ഇവിടെ കാണാം. അത് ദൂരവ്യാപകമായി അപകടങ്ങൾ ഉണ്ടാക്കും ശ്രീ ബോബി ചെമ്മണ്ണൂറിന് എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് വേണം. രാമൻപിള്ള സാർ അടക്കമുള്ള വളരെ മുതിർന്ന അഭിഭാഷകരാണ് ശ്രീ ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി ഹാജരായത്. അപ്പോൾ അദ്ദേഹം എന്തായാലും ഇന്ന് ജയിൽ മോചിതനായത് വളരെ സന്തോഷം. സഹതടവുകാർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ബെയിലിന്റെ തുക കെട്ടിവെക്കാൻ കഴിയാതെ അവർ വിഷമിക്കുന്നുണ്ടെങ്കിലോ അവരെ പൂർണ്ണമായും പിന്തുണയ്ക്കണം. അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർ നമുക്കെല്ലാം അവർക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിച്ച് കൊടുക്കാം. അതായത് ജയിലിൽ പോകുമ്പോൾ, ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ളതുകൊണ്ട് അറിയാം, പല ആൾക്കാരും ഈ ബെയിൽ കാലാവധി കഴിഞ്ഞ് ബെയിലിന് വേണ്ടി 25,000 രൂപയോ 50,000 രൂപയോ 1,00,000 രൂപയൊന്നും കെട്ടാനില്ലാതെ അവിടെ കിടക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പം അത്തരക്കാർക്കൊക്കെ ഐക്യദാർഢ്യം നല്ലതാണ്, അത്തരക്കാരെ പരമാവധി പിന്തുണയ്ക്കുകയും വേണം. പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും ആ ഒരു നിലപാടിലേക്ക് ശ്രീ ബോബി ചെമ്മണ്ണൂർ എത്തരുത്. അദ്ദേഹം എന്തായാലും ഇന്ന് രാവിലെ ഇറങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, അവിടെയും ഞാൻ കുഞ്ഞികൃഷ്ണൻ സാറിന്റെ വിധിയെ സൂചിപ്പിച്ചത് അദ്ദേഹം വളരെ പോസിറ്റീവ്, സ്ട്രോങ് ആൻഡ് ബാലൻസ്ഡ് ആയ നിലപാടാണ് എടുത്തത്. എന്തായാലും തെറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള റീസണിൽ പുറത്തിറങ്ങുന്നതിനകത്ത് കുഴപ്പമില്ല, അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുക. അല്ലാതെ സ്ഥിരമായിട്ട് കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ പോയി സഹായിക്കാനായിട്ട് ഇരിക്കുക, മാക്സിമം ശ്രമിക്കുക. അവരെയൊക്കെ എത്രത്തോളം നമ്മൾ നന്നാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവർ വീണ്ടും പഴയ രീതിയിലോട്ട് തന്നെ പോകും. പല കേസസും നമുക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യങ്ങൾ ബോബി ചെമ്മണ്ണൂർ കഴിവതും ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്കിപ്പോൾ എന്തായാലും അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.